കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ജനുവരി 29 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോണിയുമായി രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി. ഗുദൈബിയ പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയും സന്നിഹിതനായിരുന്നു. കൂടിക്കാഴ്ചയിൽ തന്ത്രപരമായ ബന്ധങ്ങളുടെ വികസനം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി സാമ്പത്തികം, വ്യാപാരം, നിക്ഷേപം, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഹമ്മദ് രാജാവിന്റെ പരിശ്രമങ്ങളെ ഇറ്റാലിയൻ പ്രസിഡന്റ് അഭിനന്ദിച്ചു. ബഹ്റൈനിൽ ഇത്തവണ റമദാൻ ആരംഭം മാർച്ച് 1 ശനിയാഴ്ചയാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ റദ അൽ അസ്ഫൂർ പറഞ്ഞു. ജനുവരി 30 വ്യാഴാഴ്ച ശഅ്ബാൻ മാസപ്പിറവി ബഹ്റൈനിൽ ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജനുവരി 31 വെള്ളിയാഴ്ച ശഅ്ബാൻ 1 അൽ അസ്ഫൂർ പറഞ്ഞു. ഇതുപ്രകാരം റമദാൻ ചന്ദ്രകല ഫെബ്രുവരി 28 ദൃശ്യമാകുമെന്നും മാർച്ച് 1 റമദാൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ റമദാൻ ആദ്യ 20 ദിവസം തണുത്ത കാലാവസ്ഥയിൽ തന്നെ തുടരുമെന്നും അവസാന 10 ദിവസം എത്തുമ്പോഴാണ് കാര്യമായ മാറ്റം സംഭവിച്ചു തുടങ്ങുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് എയറിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള നിർദ്ദേശം നിരസിച്ച് പാർലമെന്റ്. ബഹ്റൈൻ മുംതലാഖത്ത് ഹോൾഡിംഗ് കമ്പനി 51% കൈവശം വച്ച് ബാക്കി ഓഹരി സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള സാധ്യതകളെ പരിശോധിക്കണമെന്ന നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ നിർദ്ദേശം ഭൂരിഭാഗം MP-മാരും നിരസിക്കുകയായിരുന്നു. ഓഹരി വിൽക്കുന്നതിലൂടെയല്ല, മറ്റ് സമഗ്രമായ പദ്ധതിയിലൂടെയോ സമീപനങ്ങളിലൂടെയോ നഷ്ടം കുറയ്ക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഭൂരിഭാഗം MP-മാർ അഭിപ്രായപ്പെട്ടു. ഈ വർഷം ഇതുവരെ അനധികൃത തൊഴിലുകളിൽ ഏർപ്പെട്ട 398 നിയമലംഘകരെ നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ അറിയിച്ചു. താമസ നിയമങ്ങൾ പാലിക്കുന്നത് നിരീക്ഷിക്കാൻ ജനുവരി 19 മുതൽ 25 വരെ LMRA നടത്തിയത് 674 പരിശോധനകളാണ്. ഈ പരിശോധനകളിൽ 192 പേർ നിയമം ലംഘിച്ചതായി കണ്ടെത്തി. 29 പേരെ നിയമ നടപടികൾക്കായി കസ്റ്റഡിയിലെടുത്തതായും LMRA അറിയിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന 10ാമത് ദ്വിദിന ഖുർആൻ പ്രഭാഷണം പ്രകാശതീരം 25 പരിപാടിയുടെ വിജയത്തിന് വിപുലമായ സ്വാഗത സംഘം നിലവിൽ വന്നു. അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ ചെയർമാൻ, സിയാദ് വളപട്ടണം ജനറൽ കൺവീനർ, നൌഷാദ് കണ്ണൂർ ഫിനാൻസ് എന്നിവർ പ്രധാന ഭാരവാഹികളായി 51 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനും കുറ്റ്യാടി സിറാജുൽ ഹുദ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ സ്ഥാപകനുമായ മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഖുർആൻ പ്രഭാഷണം ഫെബ്രുവരി 21, 22 തീയതികളിലായി അദാരി പാർക്കിലാണ് നടക്കുന്നത്. മനാമ സുന്നി സെന്ററിൽ ചേർന്ന പ്രവർത്തക കൺവെൻഷനിൽ ICF നാഷണൽ ദവ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫ്
ലത്തീഫയുടെ അധ്യക്ഷതയിൽ KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. MC അബ്ദുൽ കരീം, ഷാനവാസ് മദനി, ഉസ്മാൻ സഖാഫി, റഫീഖ് ലത്തീഫി, മുസ്തഫ ഹാജി, സമ്മദ് കാക്കടവ് എന്നിവർ സംസാരിച്ചു. ബഹ്റിൻ വളാഞ്ചേരി കൂട്ടായ്മ BVK കണക്ട് എന്ന ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. 150 അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ കുടുംബാംഗങ്ങളുടെ കലാപ്രകടനങ്ങൾക്ക് പുറമെ ബഹ്റിനിലെ പ്രശസ്തരായ കലാകാരന്മാരുടെ നൃത്തങ്ങൾ, ഗാനമേള തുടങ്ങിയവ നടന്നു. പരിപാടിയിലെ പ്രധാന അതിഥിയായി എത്തിച്ചേർന്ന പ്രമുഖ സീരിയൽ സിനി ആർട്ടിസ്റ്റ് ലയ റോബിനുള്ള ഉപഹാരം മുഖ്യരക്ഷാധികാരി റഹീം ആദവനാട് കൈമാറി. കൂട്ടായ്മ അംഗങ്ങളായ അറേബ്യൻ ബ്രോസ്റ്റഡ് നാസർ, A&B ട്രേഡിംഗ് ഹമീദ്, സിൽവോ ജ്വല്ലറി വാഹിദ് തുടങ്ങിയവർ കലാകാരന്മാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ചെമ്പൻ ജലാൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് മുനീർ ഒറവക്കോട്ടിലിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതവും രക്ഷാധികാരി ഉമർ ഹാജി ചേനാടൻ, അഹമ്മദ് കുട്ടി തുടങ്ങിയവർ ആശംസകളും ഫാസ് ഫസൽ നന്ദിയും പറഞ്ഞു. IYCC ബഹ്റിൻ സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് കേരള കപ്പ് 2025 പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ക്യാപ്റ്റൻസി മീറ്റ് മനാമ കാലിക്കറ്റ് ഫുഡ് സിറ്റി ഹാളിൽ വെച്ച് ചേർന്നു. കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റിനുമായി സഹകരിച്ച് നടത്തുന്ന കളിയുടെ വിശദവിവരങ്ങൾ IYCC ബഹ്റിൻ സ്പോർട്സ് വിംഗ് കൺവീനർ റിനോ സക്രിയ യോഗത്തിൽ വിശദീകരിച്ചു. ബഹ്റിനിലെ 8 പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ജനുവരി 30-31 തീയതികളിൽ ഹൂറ അൽട്ടീൽ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാവരെയും മത്സരം വീക്ഷിക്കാൻ ക്ഷണിക്കുന്നതായി IYCC ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂട്ട് എന്നിവർ അറിയിച്ചു.